വിഷു ആയാല് വീടും പരിസരവും വൃത്തിയാക്കല ഏറ്റവും വലിയ ജോലി. ഒരുപാട് മരങ്ങളുള്ള കാരണം വാർക്കര മുകളിൽ നിറച്ച് ചവറാണ്. അതൊക്കെ അടിച്ച് വൃത്തിയാക്കി എടുക്കാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങൾ കൊടുങ്ങല്ലൂർക്കാര് വിഷുവിന്റെ തലേദിവസം വിഷുക്കുപ്പ കത്തിക്കും. ഈ ആചാരം വേറെ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല. എല്ലാ വീട്ടിലും ഒരുമിച്ച് ത്രിസന്ധ്യ സമയത്ത് വിഷുക്കുപ്പ കത്തിക്കണാണ് പ്രത്യേക ഭംഗിയാണ്. വിഷുവിന്റെ പ്രത്യേകതയാണല്ലോ വിഷുക്കൈനീർ, വിഷുക്കണി, വിഷുക്കഞ്ഞി, വിഷുക്കുപ്പ. മഴ പെയ്യൊന്ന് പേടിച്ചിട്ട് വിഷുക്കുപ്പ കത്തിക്കാനുള്ള ചവർ ചാക്കിലാക്കി വെക്കും, അല്ലെങ്കിൽ ആ ചടങ്ങ് മുടങ്ങുമല്ലോ എന്ന് കരുതി. മാവ് മാങ്ങയുടെ ഭാരം കൊണ്ട് നിലം മുട്ടിക്കെടുക്കാണ്. ഇതിന്റെ അടിയിലൊക്കെ നിറച്ച് ചവറാണ്. അത് അടിച്ചെടുക്കാൻ ഇത്തിരി പ്രയാസമാണ്. കാരണം ഇതുമ്മ നിറച്ച് പുളിറുമ്പാണ്. പയ്യനെ മാവ് ഒന്ന് പതുക്കനെ പോയിക്ക് അടിച്ചു നോക്കിയതാ. മേത്ത് മൊത്തം പുളിറുമ്പ് കയറി. സാധാരണ മാറാലടിക്കാനായിട്ട് എനിക്ക് ഈ മാറാലച്ചൂല് ഇഷ്ടമല്ല. ഞാനും വീട്ടിലുണ്ടാക്കുന്ന ഒരു മാറാലച്ചൂലുണ്ട്, അത് വെച്ചാണ് ഞാൻ അടിക്കാറ്. ഇതുകൊണ്ട് അടിച്ചാൽ എനിക്ക് വൃത്തിയാവില്ല, എളുപ്പം കഴിയുമില്ല. എനിക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കണാണ് ഇഷ്ടം. ഒരുപാട് സമയത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഇഷ്ടമല്ല. ഈ ചൂല് പച്ചോല വെച്ചുണ്ടാക്കണ എളുപ്പം. അത് സൂപ്പറായിട്ട് അടിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അടയ്ക്കാര പട്ട വെച്ചുണ്ടാക്കാം, അതും കുഴപ്പമില്ലാതെ അടിക്കാൻ പറ്റും. അതിന് എന്ത് ജോലി ചെയ്യുമ്പോഴും പൂച്ചക്കുട്ടന്മാര് കൂടി ഉണ്ടാവും. മാറാലടിക്കാൻ വേറൊരാളും കൂടി റെഡിയായി നിൽക്കുന്നുണ്ട്. എന്നോട് ചെയ്യണ്ട, അവര് ചെയ്തോളാന്നാണ് പറയുന്നത്. പിടിച്ച് വലിക്കാണ്. പിറ്റേ ദിവസം ക്ലീനിങ് ഈ പാത്രങ്ങളാവാന്ന് കരുതി. പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങൾ കഴുകി ഉണക്കി വെക്കാലോ. ഇതൊക്കെ പഴയ പാത്രങ്ങളാണ് കേട്ടാ. പുതിയ പാത്രങ്ങൾ കിട്ടിയാലും പഴയതൊന്നും കളയാൻ തോന്നൂല. എന്താണാവോ, അങ്ങനെയാണ് സ്വഭാവം. ഇതെല്ലാം കഴുകി ഉണക്കി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഇതിലിട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. കഴുകാൻ ബുദ്ധിമുട്ടുള്ള പാത്രങ്ങളൊക്കെ നേരത്തെ കുതിരാൻ വെക്കും, അപ്പൊ പെട്ടെന്ന് കഴിയും കഴുകല്. പിന്നെ പച്ചമാങ്ങ അച്ചാറിടാന്ന് കരുതി, 2 തരത്തിലിടാന്ന് വിചാരിച്ചു. ഇത് സിമ്പിൾ അച്ചാറാണ് കേട്ടോ. ഇതിലേക്ക് എണ്ണ ചൂടാക്കി ഒന്നും ചെയ്യാണ്ട് മുളക് പൊടി ഒന്നും മൂപ്പിക്കൊന്നും ചെയ്യാണ്ട് വെറും 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ അച്ചാറാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. കുപ്പിയിലൊന്നും ആക്കി വെക്കേണ്ടി വന്നില്ല, അപ്പോഴേക്കും അച്ചാറ് തീർന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയത് മാങ്ങ വെട്ടിപ്പൊളിച്ചുണ്ടാക്കണ അച്ചാറാണ്. ഈ അച്ചാർ സൂപ്പറായെങ്കിലും രണ്ടാമത് ഒരു അച്ചാർ പരീക്ഷണമായിരുന്നു. അതത്ര വിജയിച്ചില്ല കേട്ടാ. ഈ അച്ചാറ് കാണുമ്പോ തന്നെ ഒരുപാട് ചോറ് തിന്നാൻ തോന്നൂലേ? കാണാൻ മാത്രല്ല കേട്ടാ, ഇത് കഴിക്കാനും അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മാങ്ങ കൊണ്ടുള്ള അച്ചാറ് പരീക്ഷണം, എൻ്റെ മാങ്ങയും വേസ്റ്റായി, സാധനങ്ങളും വേസ്റ്റായി. ചിലർക്ക് മാത്രം ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമായി, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പച്ചക്കടുകിൻ്റെയും കടുകെണ്ണയും ഒക്കെ മണം കൊണ്ട് എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് സുഖമായി തോന്നില്ല. എന്നാലും ഉണ്ടാക്കി നോക്കണമല്ലോ, ചിലപ്പോൾ വിജയിച്ചാലോ എന്ന് കരുതി ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ വിജയിച്ചില്ല. പിന്നെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വിഷുവായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ച് ഇത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ.